അപ്പൊ എൻ്റെ കുഞ്ഞിനോട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ജാബിർ നിസാമിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതെൻ്റെ പൊന്നുമോന്, എൻ്റെ കരളിൻ്റെ കരളായ അനീസ് മോനാണ്. നിങ്ങളെല്ലാവരും സഹായിച്ച മോനെ, നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നൊരു മോനാണ്, നിങ്ങളെല്ലാവരും ഏറ്റെടുത്ത മോനാണ്. നിങ്ങളെല്ലാവരും ധാരാളം തവണ അനീസ് മോന് വേണ്ടി സഹായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒരുപാട് തവണ പല ആളുകളും വീഡിയോ ചെയ്യുമ്പോൾ വന്നിട്ട് നിങ്ങളോട് ഞാൻ സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോൾ പലരും എന്താണ് അനീസ് മോൻ്റെ അവസ്ഥ, ഇപ്പം അനീസ് മോൻ എങ്ങനെയുണ്ട്, ഫണ്ടായോ, അങ്ങനെ പലരും ചോദിക്കുന്നുണ്ട്. എന്തിനാണ് ഇത്രയും ലക്ഷങ്ങൾ അല്ലെങ്കിൽ ഉസ്താദിന് കോടികൾ വന്നു, ഉസ്താദിൻ്റെ ആഡംബര ജീവിതത്തിനാണ്, അടിച്ചുപൊളി ജീവിതത്തിനാണ് എന്നൊക്കെ പറഞ്ഞ് പല കമൻറ്റുകളും കാണാറുണ്ട്. സ്വാഭാവികമാണ്. കൈനീട്ടാന്ന് പറയുന്നത് വലിയ നല്ല കാര്യമൊന്നും അല്ല എന്ന് എനിക്കറിയാം. ഇന്ന് അനീസ് മോനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. ജനിച്ച അന്ന് നാൾ തൊട്ട് എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് മാറ്റം അനീസ് മോൻ്റെ പഴയ അവസ്ഥകളൊക്കെ ഞാൻ അവിടെ വെക്കുന്നുണ്ട്. ഒരുപാട് മാറ്റം നിങ്ങൾ കാരണമായിട്ട്, നിങ്ങൾ സഹായിച്ചിട്ട്, നിങ്ങൾ ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ കുഞ്ഞിനെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇനി എൻ്റെ കുഞ്ഞിക്ക് എൻ്റെ ഒറ്റ ആഗ്രഹമുള്ളൂ, ഞാൻ മരിക്കുന്നതിന് മുമ്പ്, എൻ്റെ റൂഹ് പിരിയുന്നതിന് മുമ്പ് എൻ്റെ അനീസ് നല്ലൊരു ഭക്ഷണം കഴിക്കണം. അതിനു വേണ്ടിയുള്ള ഒരു യാചനയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ. നിങ്ങളൊക്കെ തന്നതുകൊണ്ടാണ് ഇതുവരെ അനീസ് മോനെ ചികിത്സിച്ചത്. ഓരോ മാസവും എൻ്റെ കുഞ്ഞിന് നാവ് മുറിച്ച് നാവ് ഇങ്ങനെ വീർത്ത് വരും. അത് മുറിച്ചിട്ടാണ് അനീസ് മോനെ ഈ ഒരു അവസ്ഥയിൽ ഇന്ന് എത്തിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് എനിക്കൊന്നുമില്ല. കാരണം എനിക്ക് എൻ്റെ കുഞ്ഞിനെ വിട്ടിട്ട് ഒരു നിമിഷം മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ 8 വർഷമായിട്ടും എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ തന്നെയാണ്. എനിക്കൊരു ജോലിക്കോ കാര്യത്തിനൊന്നും പോകാൻ പറ്റും. പലരും അധ്വാനിച്ച് ജീവിച്ചുവിടടാ, അധ്വാനിച്ച് മോനെ ചികിത്സിച്ചിട്ടാ ചോദിച്ചു. ഒരിക്കലും സാധിക്കില്ല. നേരിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ വന്നു, അവർക്കൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചികിത്സിച്ചതും സിംഗപ്പൂരിൽ ചികിത്സ എല്ലാ കാര്യങ്ങളും ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നിവൃത്തികേട് കൊണ്ടാ ഒരുപാട് വീഡിയോ ഇടുന്നുണ്ടെങ്കിലും പല സാഹചര്യങ്ങൾ കൊണ്ട് പണ്ടൊന്നും ആയിട്ടില്ല. അൽഹംദുലില്ലാഹ് ഇന്നേ വരെ അവൻ്റെ ചികിത്സ നിങ്ങൾ ഓരോരുത്തരെ കാരണമായിട്ട് ഇന്നേ വരെ മുടങ്ങിയിട്ടൊന്നുമില്ല. പണമില്ലാത്തതിൻ്റെ പേരിൽ മുടങ്ങിയിട്ടൊന്നുമില്ല. ഇനി ഇങ്ങനെ കൈനീട്ടാൻ പാടില്ല എന്നുള്ള ആഗ്രഹം കൊണ്ടാ എനിക്ക് സ്വന്തമായ ഒരു വീട് പോലും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എൻ്റെ കുഞ്ഞിക്ക്